ഹായ് ആൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്നൂസ് കിച്ചൻ ലാബ്. ഇപ്പം ഞാൻ ഇന്ന് ഉള്ളിവടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സാധാരണ ഉള്ളിവടയല്ല കേട്ടോ, കല്ലുമ്മക്കായ് ഉള്ളിവടയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന മെത്തേഡ് നോക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കല്ലുമ്മക്കായിൻ്റെ ആ ഒരു ഫ്രൈ ചെയ്ത ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണേ. നമുക്ക് ഉണ്ടാക്കുന്ന നോക്കാം. അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ വെക്കാനും മറക്കല്ലേ. ഞാനിവിടെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായത് കുറച്ച് കല്ലുമ്മക്കായ് മാത്രമാണ്. ഞാനിവിടെ ഉള്ളി, കൊറിയാണ്ടർ ലീഫ് അതായത് മല്ലിച്ചപ്പ്, കല്ലുമ്മക്കായ, പിന്നെ 2 പച്ചമുളകും അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായെന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഞാൻ ഇതിവിടെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെരുംജീരകമാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെറിയ മിക്സി ഗ്രൈൻഡറിലേക്കൊന്ന് ഇട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച ഇഞ്ചി കഷ്ണം, പിന്നെ നമുക്ക് ആവശ്യമായ നമ്മുടെ മെയിൻ ഫ്ലേവർ നൽകുന്ന നമ്മുടെ കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായ് കായ മാത്രം നമുക്കൊന്നൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് സ്കൂപ്പ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങളുടെ എത്രയാണ് കൂടുതൽ കല്ലുമ്മക്കായ് ഇട്ടാൽ അത്രയും ഫ്ലേവർ കൂടും. അപ്പം നിങ്ങൾ ഇതാക്കിയിട്ട് കയ്യിലില്ല എത്ര കല്ലുമ്മക്കായാന്ന് അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കല്ലുമ്മക്കായ് കുറച്ച് മാത്രമേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കല്ലുമ്മക്കായ് കൂട്ടാൻ എന്തായാലും ശ്രമിക്കുക കേട്ടോ, എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു അടിപൊളി ടേസ്റ്റ് നമുക്ക് ആ ഒരു ഉള്ളിവടയിൽ കിട്ടുള്ളൂ. അപ്പം ഇതിലേക്ക് നമുക്കൊന്ന് മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇതിട്ടെടുക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഞാനിവിടെ കല്ലുമ്മക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെ തേങ്ങ കഷ്ണം വേണ്ടത്. അപ്പോൾ ഞാനിത് ചിരണ്ടുന്നില്ല എന്നല്ലോ, ഒരു കുറച്ച് മതി. അതുകൊണ്ട് ഞാനിവിടെ കത്തി ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒരു ചെറിയ എന്താ പറയുക ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് നമുക്ക് കത്തി വെച്ചിട്ടോ നിങ്ങൾ ചിരണ്ടിട്ടിട്ടാലും മതി. ഞാനിവിടെ ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടത്. നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ചേർത്തിട്ട് നമുക്കത് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഉള്ളിവടയ്ക്ക് ആവശ്യമായ സാധനമൊക്കെ തയ്യാറാക്കി എടുക്കാം. ഇനി നമ്മൾ മുറിച്ച് വെച്ച മസാലയൊക്കെ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഉള്ളി വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കട്ട് ചെയ്തത് ഞാനിവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം. പിന്നെ മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെച്ചത്, പച്ചമുളക്, ഇതൊക്കെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ പേസ്റ്റ് കല്ലുമ്മക്കായൊക്കെ ഇട്ട് അടിച്ചിട്ടില്ലേ, ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം. അതിനുശേഷം ഞങ്ങൾക്ക് ഇതിലേക്ക് നമ്മുടെ കടലമാവ് ചേർത്തെടുക്കാം. കുഴക്കാൻ പാകത്തിൽ നമുക്ക് അത്ര ചേർത്തെടുത്താൽ മതി. നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന അത്രയും നമുക്കിത് ചേർത്തെടുക്കാം. സാധാരണ യൂസ് ചെയ്യുന്ന എന്താ പറയുക ഉള്ളിവടയൊക്കെ ചുടുമ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ നമുക്കിതൊക്കെ നന്നായി കുഴച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളമൊക്കെ ചേർത്ത് ഒരു മുട്ട വേണം കേട്ടോ. മുട്ടയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ച് ആ കടലമാവിൽ നമ്മൾ സാധാരണ ചെയ്തുന്ന പോലെ തന്നെ ഇതാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രത്യേക ഫ്ലേവർ എന്ന് പറയുന്നത് കല്ലുമ്മക്കായിൻ്റെ ഫ്ലേവറാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ഇതിന് നല്ലത്. നല്ല എന്താ പറയുക, ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയി വരും, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഉള്ളിവട നമ്മളെ കല്ലുമ്മക്കായുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. 2 സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായ ഉള്ളിവട റെഡി ആക്കിയാണ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ക്രിസ്പി ആയിരിക്കും, കാരണം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ ചുടുന്ന പോലെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫുഡിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നല്ലേ.
അപ്പോൾ ഇതിങ്ങനെ തിന്നുന്നതെന്ന് വെച്ചാൽ സ്ട്രോങ് ചായനപ്പുറം നല്ല പൊള്ളുന്ന ഉള്ളിവട തിന്നാനാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതിലേക്ക് ബൈ ബൈ, അസ്സലാമു അലൈക്കും, സ്റ്റേ ട്യൂൺഡ്.